അല്ല നമുക്ക് പള്ളിക്ക് പോയിട്ട് പോയാൽ മതിയില്ലേ? കളിക്കാൻ പോകാൻ സമയം ആൾ ഫുള്ളായി കളിക്കിട്ടല്ലോ. നിസ്കാരത്തിനാകെ 5 മിനിറ്റ് സമയം മതിയറാ. നാളെ മരിച്ചിട്ട് അമ്മ മറുപടി പറയേണ്ടി വരും. പോയിക്കോ അങ്കാകെ 23 വയസ്സ് എത്ര ഞാനിപ്പോ മരിക്കലോ മരിക്കാൻ അങ്ങനെ ബാസ് സമയോ ഡേറ്റ് ഒന്നും ഇല്ലറാ. എപ്പോ വേണമെങ്കിൽ മരിക്കൂ. ഈ ചങ്ങായി പറഞ്ഞിട്ട് പഠിപ്പിച്ചല്ലോ. ആയി ബാപ്പോ ഖബറെന്ന ഭയങ്കര വീട്ടിലെ വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ്. പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത്? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരും. പടച്ച റബ്ബ് സന്തോഷത്തിലാക്കി തരട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, പെട്ടെന്നുള്ള മരണമാണ്. നമ്മൾ ഇന്ന് ചെയ്തത് മാത്രമേ, നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നാളെ ഖബറിലേക്ക് എത്തുകയുള്ളൂ. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താൻ പോകുമ്പോൾ നമുക്കൊന്നിനും സമയവും കിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടു പോകുന്നത് അറ്റാക്ക് മൂലമാണ്, അതും പ്രവാസികൾ. പെട്ടെന്നുള്ള മരണം. പടച്ച റബ്ബ് നമ്മളെയൊക്കെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുന്നത് പാലക്കാടുള്ള ഒരു സ്വദേശിയാണ്. ബഹ്റൈനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ നെല്ലായ മാരായ മംഗലം സ്വദേശി പറക്കാട്ട് തൊടി മുഹമ്മദ് അലി, 58 വയസ്സ്, മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്ക് എത്തില്ല. നമ്മൾ ഇന്ന് ചെയ്ത നന്മ പ്രവർത്തികൾ മാത്രമേ നമുക്ക് അമലായി ഖബറിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ എപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കാം. നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. മരണകാരണം ഹൃദയാഘാതം തന്നെ. മനാമയിലെ താമസ സ്ഥലത്ത് വെച്ച് ഇവർ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. 25 വർഷമായി ബഹ്റൈനിലുള്ള മുഹമ്മദ് അലി മനാമ യത്തീം സെന്ററിന് സമീപം ഒരു കഫ്റ്റേരിയയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഭാര്യ നഫീസ, മക്കൾ ഫാഹിസ്, ഫമീന, നസ്മറിൻ, ഫസ്ന എന്നിവരാണ്. നിയമ നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ KMCC ബഹ്റൈൻ മയ്യത്ത് പരിപാലന വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പടച്ച റബ്ബ് നമ്മയൊക്കെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ച റബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അറ്റാക്ക് മൂലം പ്രവാസികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരുപാട് പേര് പലതരത്തിലും പല അപകടത്തിലും മരണപ്പെട്ടിട്ടുണ്ട്. പടച്ച റബ്ബേ, ഇതുപോലുള്ള പൊടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മയൊക്കെ കാക്കണേ റബ്ബേ. നമുക്ക് ഒന്നിച്ച് എല്ലാവർക്കും ദുആ ചെയ്യാം. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് നീ ഖബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബേ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബേ. പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണമാണ് റബ്ബേ. ഇവർക്ക് നീ അർശിന്റെ തണൽ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ഇവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണ റബ്ബേ.
പഠിച്ച റബ്ബെ ആ കുഞ്ഞുമക്കളുടെ കബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണേ റബ്ബെ. പഠിച്ച റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബെ. ആമീൻ. പഠിച്ച റബ്ബെ ഖബറിലെയും നരകത്തിലെയും അദാബിനെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ റബ്ബെ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബെ. നമ്മുടെയൊക്കെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബെ. ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടണേ റബ്ബെ. ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ. പഠിച്ച റബ്ബെ, എല്ലാവരുടെ ഖബറിലേക്കും സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റബ്ബെ. അർഹമുറാഹിമായ റബ്ബെ, നിന്നോട് ഇരക്കുകയാണ് റബ്ബെ. ഇതുപോലുള്ള പുടുങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബെ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബെ. പഠിച്ച റബ്ബെ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ. അവർക്കൊക്കെ പൂർണ്ണ ഷിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റബ്ബെ. പണമില്ലാത്തതിന്റെ പേരിൽ ആരും മരണപ്പെടാനിടയാകില്ല റബ്ബെ. പാവപ്പെട്ടവരെ നീ സംരക്ഷിക്കണേ റബ്ബെ. ഒരുപാട് പാവപ്പെട്ടവർ രോഗം കാരണം പണമില്ലാത്ത കാരണം മരണപ്പെട്ടു പോകുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ നീ തണലായി നിൽക്കണേ റബ്ബെ. പഠിച്ച റബ്ബെ, ഒരു കടവും ബാധ്യതവും ഇല്ലാതെ ഈമാനോടുകൂടി നമ്മളെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകണ റബ്ബെ. പഠിച്ച റബ്ബെ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ. ഒരുപാട് പേര് അറ്റാക്ക് മൂലം മരണപ്പെട്ടിരിക്കുകയാണ് റബ്ബെ. അവരുടെ കുടുംബത്തിന് നീ തന്നെ സംരക്ഷണമേകണ റബ്ബെ. അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ. ഈ മയ്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.